ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം റിയാസ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും വരാത്തതിന് കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. എനിക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സെയിൽസ് കിട്ടാതെ, നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് അല്ലെങ്കിൽ 3 മന്ത് ആയിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ സെയിൽസും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എന്താണ് കാരണം? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പൊ ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്നവരും കാണാൻ പറ്റും, അതുപോലെ നോർമൽ സ്റ്റോറിൽ അല്ലെങ്കിൽ കടയിലൊക്കെ പോയി ഷോപ്പ് ചെയ്യുന്നവരും ഉണ്ടാവും. ഓക്കെ, ഈ നോർമൽ സ്റ്റോറിൽ നിന്നും അതുപോലെ ഈ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് മേ ബി അവർക്ക് ഓൺലൈനുമായിട്ട് പരിചയം ഉണ്ടാവില്ല, എങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന് പരിചയം ഉണ്ടായിരിക്കത്തില്ല. ചിലപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ സൈറ്റുകളിലൊന്നും ട്രസ്റ്റ് ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കലും വാങ്ങുന്നവരായിരിക്കാം. അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫ്രീക്വന്റ് ആയിട്ട് അവര് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യും. കൂടുതലായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ അഡ്വർടൈസ്മെന്റ് കണ്ട ബൈ ചെയ്യുന്നവര്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഓൺലൈൻ ഷോപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും, വീട്ടിലെ പല സാധനങ്ങളും വീട്ടിലിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഇപ്പൊ സാധാരണ ആൾക്കാരാണെങ്കിൽ കടയിൽ പോകുന്നവരായിരിക്കും. അപ്പോൾ ഈ ഓൺലൈൻ ഷോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരെന്ത് ചെയ്യും, പറഞ്ഞു ഓൺലൈനിൽ നോക്കും, എന്നിട്ട് അതിൽ നിന്ന് ബൈ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളവരെ പറയുന്നതാണ് എൻഗേജ്ഡ് ഷോപ്പേഴ്സ്. എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഓൺലൈൻ ഷോപ്പിംഗുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നവരാണ് എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവര് ഫ്രീക്വന്റ് ആയിട്ട് ഓൺലൈനിൽ കൂടെ ബൈ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സെയിൽസ് കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കൂടുതലായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നവരാണ്. ഇവർ കടയിലൊക്കെ പോകാൻ മടിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവർ കൂടുതലായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നവരായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആ ഒരു ഹെൽപ്ഫുൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിംഗ് പ്രൊഡക്റ്റ് അഡ്വർടൈസ്മെന്റ് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എങ്ങനെ ഈ എൻഗേജ്ഡ് ഷോപ്പേഴ്സിന് ടാർഗറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ FB ആഡ് ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തില്ല, അതിൽ തന്നെ എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടെ ഉണ്ട്. അപ്പൊ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു പേജിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്കിനി ഇവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗിൽ ഇവിടെ ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാരന്റ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ പാരന്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നേരോ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആൻഡ് മസ്റ്റ് ആൾസോ മാച്ച് ഈ ഒരു ഓപ്ഷൻ വരും. അപ്പൊ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എന്നുള്ള ഒരു ബിഹേവിയർ വരും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾ ഹു ഹാവ് ക്ലിക്ക് കാൾ ടു ആക്ഷൻ ബട്ടൺ ഷോപ്പ് നോ ഇൻ ദ പാസ്റ്റ് വീക്ക്, ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ പാസ്റ്റ് വീക്കിൽ ഈ കാൾ ടു ആക്ഷൻ ബട്ടൺ പ്രസ് ചെയ്തവർ അല്ലെങ്കിൽ ഷോപ്പ് നോ പ്രസ് ചെയ്തവർ, അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ബൈ ചെയ്തവർ, ഇങ്ങനെയുള്ളവരാണ് എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാരന്റ്സിൽ എൻഗേജ്ഡ് ഷോപ്പേഴ്സ് ആയിട്ടുള്ളവരിലേക്ക് നിങ്ങൾ ഈ ഒരു അഡ്വർടൈസ്മെന്റ് പോകും. അപ്പൊ എന്ത് ചെയ്യും, സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഓഡിയൻസ് ആണ്. നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കിച്ചണായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റ് നിങ്ങളിപ്പം ഇൻട്രസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വൈഡ് ഓഡിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോം ഡെക്കറേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ ഇൻട്രസ്റ്റ് ചപ്പും ചവറും കണക്ക് വായിക്കൂരി കൊടുക്കും. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളെ ഐഡിയൽ കസ്റ്റമേഴ്സ് കുറയാണ്, വേറെ കുറെ കസ്റ്റമേഴ്സിലോട്ട് നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് പോവുകയാണ്. അപ്പൊ അവർക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ ആവശ്യമില്ലായിരിക്കും, പക്ഷെ അവർ അഡ്വർടൈസ്മെന്റ് കാണുകയാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എമൗണ്ട് വേസ്റ്റ് ആവും, അതുപോലെ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെടുകയും ചെയ്യും. പകരം നിങ്ങളിപ്പോൾ കിച്ചൺ ആണെങ്കിൽ കിച്ചൺ മാത്രമായിട്ട് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഈ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു അഡ്വർടൈസ്മെന്റ് ഈ കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് പോവുകയും അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അതുപോലെ റേറ്റ് കൂടിയ സാധനങ്ങൾ, റേറ്റ് കുറഞ്ഞ സാധനങ്ങളുണ്ട്. റേറ്റ് കൂടിയ സാധനങ്ങളാകുമ്പോൾ ഈ സാധാരണ ആൾക്കാർ വാങ്ങിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻട്രസ്റ്റിൽ പോയി കഴിഞ്ഞാൽ പീപ്പിൾ ഹു പ്രിഫർ ഹൈ വാല്യൂ ഗുഡ്സ് അല്ലെങ്കിൽ പീപ്പിൾ ഹു പ്രിഫർ മിഡ് വാല്യൂ ഗുഡ്സ് ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ പറഞ്ഞ് കുറെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇൻട്രസ്റ്റുകളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിൽസിൽ നല്ലൊരു വേരിയേഷൻസ് കാണാൻ പറ്റും. കാരണം ഈ സാധാരണ ആൾക്കാർ ഈ 2000-3000 റുപ്പീസിന്റെ പ്രോഡക്ട്സ് കാണുമ്പോൾ വാങ്ങിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഹൈ വാല്യൂ ഗുഡ്സ് പ്രിഫർ ചെയ്യുന്നവർ അല്ലെങ്കിൽ മിഡ് വാല്യൂ ഗുഡ്സ് പ്രിഫർ ചെയ്യുന്നവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് മിക്കതും ബിസിനസ് മാനും അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ എമൗണ്ട് പൈസ വലിയ പ്രശ്നമായിട്ട് വയ്ക്കാത്തവരിക്കും. അവർക്ക് പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും
അതുപോലെ ഹെൽപ്ഫുള്ളും അവർക്ക് പ്രോബ്ലം സോൾവിംഗ് ആയിരുന്നാൽ മതി. അവർ എമൗണ്ട് വലിയ കാര്യമാക്കുന്നവരായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർ നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സെയിൽസും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ എനിക്ക് കുറെ പേര് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് ഇത്രയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സെയിൽ കിട്ടുന്നില്ല. ഇപ്പൊ നോക്കുന്ന സമയത്ത് ഇപ്പം ഒരു പ്രൊഡക്റ്റിന് തന്നെ കുറെ ഓഡിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചപ്പും ചവറും ഇൻട്രസ്റ്റ് എല്ലാം വാരിക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ഇല്ലാത്തവർക്ക് ആ ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുക. അപ്പൊ നമ്മൾ എമൗണ്ട് വേസ്റ്റ് ആവത്തേ ഉള്ളൂ. അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നില്ല. അല്ലാതെ ചില പ്രൊഡക്റ്റ് ഉണ്ട്, ഇപ്പൊ ന്യൂ ആയിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ, ന്യൂ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കേണ്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. ഇപ്പം ഈ ഒരു മേഖലയിൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ കൊള്ളാമായിരിക്കും, ആൾക്കാർ വാങ്ങിക്കും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വേറെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ. തേർഡ് വൺ എന്ന് പറയുന്നത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവൈലബിൾ അല്ലാത്തെന്ന് പറഞ്ഞാൽ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, അതുപോലെ സാധാ കൺവീനിയന്റ് സ്റ്റോഴ്സിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒന്നും കിട്ടാത്ത പ്രൊഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ബയ്യേഴ്സിന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾ ആ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാനുള്ള ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിലും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഫ്രീക്വന്റ് ബയേഴ്സ് ആകുമ്പോൾ അവർക്ക് ആമസോണും ഫ്ലിപ്കാർട്ട് അതിനെ കുറിച്ചൊക്കെ നല്ല വിവരവും കാര്യങ്ങളൊക്കെ കാണും. അപ്പൊ അവർ അതിൽ നിന്ന് ബൈ ചെയ്യാനേ നോക്കത്തുള്ളൂ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഈ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടാലും അവർ ഉടനെ ഇപ്പോൾ ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലായിരിക്കും ടൈപ്പ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടത്തില്ല. ആമസോണിൽ പോയായിരിക്കും അവർ വാങ്ങിക്കുന്നത്. ഇപ്പൊ ആമസോണിൽ, ഫ്ലിപ്കാർട്ടിൽ, മീഷോയിൽ ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് ഉറപ്പായിട്ടും കിട്ടും. അതിലില്ലാത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ പ്രോബ്ലം സോൾവിങ് വേണം, അതുപോലെ ഹെൽപ്ഫുൾ ആയിരിക്കണം, വോ ഫാക്ടർ ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സെയിൽസ് കിട്ടുള്ളൂ. ചുമ്മാ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സെയിൽസും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു 60 to 70% വോ ഫാക്ടർ ഉള്ള പ്രൊഡക്റ്റ് ആണ്. ഹെൽപ്ഫുള്ളും അതുപോലെ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയാനായിട്ട് ആ പ്രൊഡക്റ്റിൽ വലുതായിട്ടൊന്നും 30%, 40% പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയാം. ഓക്കെ. അതിൽ കൂടുതലായിട്ട് വോ ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ അല്ല, മീഷോയിൽ അവൈലബിൾ അല്ല, ഒരു ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സപ്ലൈസിനെ നമ്മൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തന്നെ സപ്ലൈസിനെ കിട്ടും. അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വയ്ക്കുന്ന മറ്റ് ഓൺലൈൻ സ്റ്റോറുകൾ കാണും, ഈ ആമസോണിലും അല്ലാതെ. അപ്പൊ അങ്ങനെയുള്ളവരെ ആ ഒരു സ്റ്റോറിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ കാണാൻ പറ്റും. അപ്പൊ അവർക്ക് മെസ്സേജ് അയച്ചിട്ട് അവരോട് ഡീൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് റീസെൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ആമസോണിലും, ഫ്ലിപ്കാർട്ടിലും, മീഷോയിലും ഇതിനൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അവൈലബിൾ ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടത്തില്ല. അതുപോലെ യുണീക്ക് ആയിരിക്കണം, അതുപോലെ പ്രോബ്ലം സോൾവിംഗ് അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ഫാക്ടർ വേണം, ഒരു വോ പ്രൊഡക്റ്റും കൂടെ ആയിരിക്കണം. വോ പ്രൊഡക്റ്റ് ആയിരുന്നതിനും കുഴപ്പമില്ല, പ്രോബ്ലം സോൾവിംഗും അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്ഫുൾ, എന്തെങ്കിലും ആൾക്കാർക്ക് ഗുണമായിട്ട് അവർക്ക് ഇത് കൊള്ളാം, അല്ലെങ്കിൽ നല്ല വോ ഫാക്ടർ വേണം, ഇത് പെട്ടെന്ന് അട്രാക്റ്റീവ് ആവണം, അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല. അപ്പോൾ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ വെബ്സൈറ്റ് ഒരു അഡ്വാൻസ് ലെവലിലല്ല, അതുപോലെ ഇപ്പൊ പേയ്മെന്റ് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ എങ്കിലും കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മുടെ സ്റ്റോറിൽ നിന്ന് ബൈ ചെയ്യണം, അല്ലാതെ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ മെയിൻ ആയിട്ട് പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആമസോണിലും, ഫ്ലിപ്കാർട്ടിലും, മീഷോയിലും ഇതിൽ മൂന്നിലും ഉൾപ്പെടുത്തിയിരിക്കല്. അതുപോലെ പ്രോബ്ലം സോൾവിംഗ്, വോ ഫാക്ടർ ഇതെല്ലാം ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഡ് വീഡിയോ ആണ്. ആഡ് വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ റൊപ്പോസ ക്ലൗഡിൽ നിന്ന് കുറെ പേര് വീഡിയോസ് എടുത്തിട്ട് അങ്ങനെ അഡ്വർടൈസ്മെന്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽ കിട്ടത്തില്ല. കാരണം അത് അതിൽ കിടക്കുന്ന മിക്ക വീഡിയോസും അത്രയ്ക്ക് അട്രാക്റ്റ് ഉള്ള ഒരു വീഡിയോസ് അല്ല. ഇപ്പൊ നിങ്ങൾ യൂട്യൂബില്, അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമില് അതിനെയൊക്കെ പറ്റി, ഈ പ്രൊഡക്റ്റിനെ പറ്റി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതൊക്കെ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സിമ്പിൾ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഒരു അട്രാക്റ്റീവ് ലുക്കിൽ അത് കുറച്ച് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ ലോഗോയും കൊടുത്ത് കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. അതുപോലെ ഇംപ്രഷൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സെയിൽസ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ചുമ്മാ ഒരു അഡ്വർടൈസ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് ഈ റൊപ്പോസ ക്ലൗഡിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ അവരെല്ലാ ഫീച്ചേഴ്സും കാണിക്കത്തില്ല. അതിൽ ചിലപ്പോൾ 30 സെക്കൻഡ് വീഡിയോ കാണത്തുള്ളൂ, ചിലപ്പോൾ 10 സെക്കൻഡ് വീഡിയോ കാണത്തുള്ളൂ, ഫുൾ ഫീച്ചേഴ്സ് കാണിക്കത്തില്ല, എന്താണെന്ന് കാണിക്കത്തില്ല, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാണിക്കത്തില്ല. അങ്ങനത്തെ കാണിക്കാതിരിക്കുന്ന സമയത്ത് സെയിൽസും കാര്യങ്ങളൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ വീഡിയോസിന് പലതിനും ക്ലാരിറ്റി കാണത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താ റൊപ്പോസ ക്ലൗഡിൽ നിന്ന് വീഡിയോ എടുക്കാതിരിക്കുക. ഓക്കെ. അതുപോലെ ആഡ് വീഡിയോ ആകുമ്പോൾ
അതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് സോൾവ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കണം. അതുപോലെ ഫീച്ചേഴ്സ് കാണിച്ചിരിക്കണം. അത് കൂടുതലായിട്ട് ലാഗ് അടിപ്പിക്കാതെ ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടോ അതുപോലെ ഇംപ്രസ് ആവുന്ന രീതിയിൽ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിൽ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, അതുപോലെ ഏതൊക്കെ ആൾക്കാർക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. ഇപ്പൊ വയസ്സായവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ വയസ്സായവർ അത് വെച്ച് ഉപയോഗിക്കുന്ന വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ സെയിൽസും കാര്യങ്ങളും അതുപോലെ ഇംപ്രഷൻ കിട്ടിയിട്ട് കൂടുതൽ ക്ലിക്സും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി, പേഷ്യൻസ് ആൻഡ് ഹാർഡ് വർക്ക് ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്താ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒറ്റ സ്റ്റോർ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സെയിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ സ്റ്റോർ മിസ്റ്റേക്ക് ആയിപ്പോയി, സ്റ്റോറിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നതിന് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ഉടനെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്നത്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അതിന്റെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് നിങ്ങൾ റെഡിയാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇപ്പം എന്റെ ഒരു കാര്യമായിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ 1-2 സ്റ്റോർ ഒന്നല്ല തുടങ്ങിയിട്ടുള്ളൂ, 7, 8, 9, 10, 15 സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങി ഓരോന്ന് ഫെയിൽ ആവുന്ന സമയത്ത് വീണ്ടും സ്റ്റോർ തുടങ്ങിയാണ് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പയ്യെ പ്രോഫിറ്റിലോട്ട് കയറി തുടങ്ങിയത്. ഇൻസ്റ്റാ മെസ്സേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്റ്റോർ തുടങ്ങി സെയിൽ ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ വന്ന് കേൾക്കുകയാണ് എനിക്ക് എന്തുകൊണ്ട് സെയിൽ കിട്ടിയില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കേൾക്കുകയാണ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ട് വരത്തില്ല. നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള നിങ്ങൾക്ക് ഒരു എബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കുറെ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എബിലിറ്റി കിട്ടത്തുള്ളൂ. ആ വിന്നിങ് പ്രൊഡക്റ്റ് എന്താണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റിയൊരു എബിലിറ്റി നിങ്ങൾ കുറെ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു എബിലിറ്റി കിട്ടത്തുള്ളൂ. അതുപോലെ 1 മന്ത് 2 മന്ത് 3 മന്തിലൊക്കെ നിങ്ങൾ സെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ ഉറപ്പൊന്നും വെക്കരുത്. കാരണം നിങ്ങൾ അതൊക്കെ ഒരു ലേണിംഗ് ഫേസ് ആയിട്ട് എടുക്കുക. എനിക്കൊക്കെ 3 മന്തൊക്കെ ആയപ്പോഴാണ് പ്രോഫിറ്റ് പയ്യെ കിട്ടി തുടങ്ങി. അതുവരെയൊക്കെ ലോസിലും പല കാര്യങ്ങളിലുമായിട്ട് വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങനത്തെയൊക്കെ ആയിട്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊക്കെ ഇരുന്നായിരുന്നു. ഒരു 3 മന്ത് കഴിഞ്ഞപ്പോഴാണ് കുറച്ച് പ്രോഫിറ്റിലേക്ക് കയറി തുടങ്ങിയത്. അതുപോലെ ഞാൻ ചെയ്തിരുന്ന സമയത്ത് മലയാളത്തിലോ അല്ലെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ പറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്ന മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിൽ അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ ആയിട്ട് എനിക്ക് മനസ്സിലാവത്തുമില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാനും പറ്റത്തില്ല. അങ്ങനെ കുറെ കോഴ്സുകൾ വാങ്ങി പഠിച്ചിട്ടുണ്ട്, ഒന്നും എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ടില്ല. കാരണം ഈ കോഴ്സുകളിലെല്ലാം അവര് ഈ നോർമലായിട്ട് യൂട്യൂബിൽ എന്താണ് കിട്ടുന്നത് അത് തന്നെയാണ് ഈ കോഴ്സിൽ വരുന്നത്. ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പൈസ കൊടുത്ത് പറയുന്നതല്ലേ, അപ്പൊ എന്തായാലും എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞിട്ടായിരിക്കും ബൈ ചെയ്യുന്നത്. അതിൽ നമുക്ക് അറിയാവുന്ന മിക്ക കാര്യങ്ങൾ തന്നെയായിരിക്കും ആ കോഴ്സിൽ വരുന്നത്. ഈ കോഴ്സിൽ കിട്ടുന്ന സെയിം ഐറ്റംസ് തന്നെ പല ആൾക്കാരും ഫ്രീ ആയിട്ട് പല ആൾക്കാരും എന്ത് ചെയ്യും ഈ യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോംസിലൊക്കെ ഇട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടായോ, അപ്പൊ എന്താ ഉടനെ പോയി യൂട്യൂബിൽ ആ ഡൗട്ട് അങ്ങ് അടിച്ചു നോക്കുക. ഡൗട്ട് അടിച്ചു നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ വരും. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നിങ്ങളൊരു കോഴ്സ് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ എന്താണ് പറഞ്ഞത്, ഡ്രോപ്പ് ഷിപ്പിംഗ് എന്താണ്, എങ്ങനെ ചെയ്യാം, എങ്ങനെ വെബ്സൈറ്റ് തുടങ്ങാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അവർ പറഞ്ഞു തരത്തുള്ളൂ. അല്ലാതെ എങ്ങനെ ഡ്രോപ്പ് ഷിപ്പിംഗ് സക്സസ് ആക്കി എടുക്കാം അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എങ്കിലും നിങ്ങൾക്ക് സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം ഗ്യാരണ്ടീഡ് അല്ല എന്ന് ആ ഒരു വെബ്സൈറ്റിന്റെ താഴെ തന്നെ അവർ കൊടുത്തിട്ടുണ്ടാവും. ആ ബൈ ചെയ്യുന്ന കോഴ്സ് ബൈ ചെയ്യുന്ന ആ വെബ്സൈറ്റിന്റെ താഴെ തന്നെ അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം അവർക്കറിയാം ഒരു ബിഗിനർ എങ്ങനെ പോയാലും സക്സസ് ആവത്തില്ല എന്ന് എല്ലാ ഡ്രോപ്പ് ഷിപ്പേഴ്സിനും അറിയാം. സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഡ്രോപ്പ് ഷിപ്പേഴ്സിനും അറിയാം. അവരിപ്പോ എന്തൊക്കെ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും ഒരു ബിഗിനർ ആയിട്ടുള്ള ഡ്രോപ്പ് ഷിപ്പേഴ്സിന് ലോസേ വരത്തുള്ളൂ. കാരണം അവർക്ക് ആ ഒരു എബിലിറ്റി ഇല്ല, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവരെന്തായാലും ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവരൊരു ഇതിൽ എക്സ്പീരിയൻസ് ആവത്തുള്ളൂ. അതുപോലെ നിങ്ങളിപ്പോൾ ഷോപ്പിഫൈ സ്റ്റോർ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ മെസ്സേജ് വരും, ഇങ്ങനെ ഇമെയിലിലും അതുപോലെ തന്നെ ഷോപ്പിഫൈ സ്റ്റോറിലെല്ലാം മെസ്സേജ് വരും. ഇങ്ങനെ പല US നിന്നും നൈജീരിയയിൽ നിന്നും അങ്ങനത്തെ പല ഇതിൽ നിന്നും മെസ്സേജ് വരും. അങ്ങനെ നിങ്ങളെ വെബ്സൈറ്റ് റീഡിസൈൻ ചെയ്ത് തരാം, ഇത്ര ഡോളർ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് $50, $100. അപ്പൊ അവർക്ക് ഈ $100 പറയുമ്പോൾ ചെറിയ റേറ്റ് ആണ്. കാരണം അവർക്ക് അവിടുത്തെ ഇതിൽ $US എന്ന് പറയുമ്പോൾ $1 അവർക്ക് $1 എന്ന് പറയുന്നത് അവർക്ക് $1 തന്നെയാണ്. പക്ഷെ നമുക്ക് $1 എന്ന് പറയുന്നത് 85 84 റുപ്പീസ് ആണ്. അപ്പൊ നമുക്കതൊരു വലിയൊരു എമൗണ്ട് ആവും. ഇപ്പൊ $50 എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു എമൗണ്ടിലേക്ക് എത്തും. അപ്പൊ കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത്രയും ഡോളർ കൊടുത്ത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ഇത്രയും ഡോളർ കൊടുത്ത് ഞാൻ ഫേസ്ബുക്കായിട്ട് FB ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയും ഡോളർ കൊടുത്ത് അപ്പോൾ ഞാൻ ഒരു പുള്ളിക്കാരനെ നോക്കിയപ്പോൾ ഒരു 12,000 രൂപ കൊടുത്തിട്ട് പുള്ളിക്കാരൻ ഇതുവരെയായിട്ട് സ്റ്റോർ മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, പേയ്മെന്റ് ഗേറ്റ്വേ സെറ്റ് ചെയ്തിട്ടില്ല, അതുപോലെ ഫേസ്ബുക്കായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ സ്റ്റോർ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. പുള്ളിക്കാരന് 12,000 റുപ്പീസാണ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ മറ്റ് രാജ്യങ്ങളിലുള്ളവരെ ചൂസ് ചെയ്യാതെ ഇന്ത്യയിലുള്ളവരെ ഇതിനൊക്കെ വേണ്ടി ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോപ്പിഫൈ ഫുൾ സെറ്റപ്പോ അല്ലെങ്കിൽ
FB ആഡ് സെറ്റപ്പോ അല്ലെങ്കിൽ FB ആഡ് റൺ ചെയ്യാനോ വെബ്സൈറ്റ് ഡിസൈനിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ താഴെ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ കൊടുത്തിരിക്കുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ഇടുക. ഓക്കെ, നമുക്ക് റീസണബിൾ റേറ്റിൽ ഞാൻ അത് റെഡിയാക്കി തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് പേയ്മെന്റ് ഗേറ്റ് സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് റെഡിയാക്കാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇടുക. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നാളെ ഡ്രോപ്പ് ഷിപ്പിംഗിൽ സെയിൽസ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവാതെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വെച്ച് നിങ്ങൾക്ക് ക്ലിക്ക് ആകും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു വിന്നിംഗ് പ്രൊഡക്റ്റ് എന്ന്. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, മേക്ക് യുവർ സെൽസ് ബൈ.